Okay, പെട്ടെന്ന് എഴുതണേ. Ascending order. It is the arrangement of numbers in increasing order. That means from smallest number to greatest number. For example, arrange the numbers in ascending order. 45, 78, 23, 30, and 89. And this is the ascending order of the given numbers. (23) less than 30, less than 45, less than 78, less than 89. Next, descending order.
Descending order means it is the arrangement of numbers in decreasing order. That means from greatest number to the smallest number. This is the arrangement of numbers in decreasing order. That means from greatest number to the smallest number. For example, arrange the numbers in decreasing order. Sorry, descending order. Arrange the numbers in descending order. 45, 78, 23, 30 and 89. Ascending order ചെയ്ത അതേ example തന്നെ നമുക്ക് descending order ചെയ്യാം. Then it is 89 greater than 78 greater than 45 greater than 30 greater than 23. Ascending order എഴുതി കഴിഞ്ഞായിരിക്കില്ലേ? ഇനി എല്ലാവരും ഡിസെൻഡിങ് ഓർഡറും കൂടി പെട്ടെന്ന് എഴുതിയാൽ നമുക്ക് 2-3 ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പൊ നമ്മൾ എന്താന്ന് പറഞ്ഞേ? Ascending and descending order. Ascending order means arranging numbers in increasing order. Increasing order എന്ന് വെച്ചാല് കൂടി വരുന്ന ഓർഡർ. അതായത് ഏറ്റവും ചെറിയ നമ്പർ ആദ്യം, പിന്നെ അതിൽ വലുത്, പിന്നെ അതിൽ വലുത്, പിന്നെ അതിൽ വലുത്, ഏറ്റവും അവസാനം വരുമ്പോ ഏറ്റവും വലിയ നമ്പർ. Okay, then descending order means arranging numbers in decreasing order. Decreasing എന്ന് പറഞ്ഞാൽ കുറഞ്ഞു വരുന്ന ഓർഡർ. അതായത് നമ്മൾ ഏറ്റവും ആദ്യം വലിയ നമ്പർ എഴുതും, പിന്നെ അതിൽ ചെറുത്, അതിൽ ചെറുത്, അതിൽ ചെറുത്. നിങ്ങൾ അസംബ്ലിയിൽ ലൈനപ്പ് ചെയ്യുന്നില്ലേ? എങ്ങനെയാ ചെയ്യാം? ഇൻക്രീസിങ് ഓർഡറിലല്ലേ ചെയ്യുന്നത്? ഏറ്റവും ഫ്രണ്ടിൽ ഏറ്റവും ഹൈറ്റ് കുറഞ്ഞ ആള് അല്ലെ, അതിന് പുറകിൽ ഹൈറ്റ് കൂടിയ ആള്, അതിന് പുറകിൽ അതിലും ഹൈറ്റ് കൂടിയ ആള്. അതാണ് ഇൻക്രീസിങ് ഓർഡർ. അപ്പൊ അതേപോലെ നമ്മൾ ഇൻക്രീസിങ് ഓർഡറിൽ നമ്പറിനെ അറേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് അസെൻഡിങ് ഓർഡർ. ഇനി നമ്മള് ആ അസംബ്ലിയിൽ ലൈനപ്പ് ചെയ്യുന്നത് നേരെ ഓപ്പോസിറ്റ് നോക്കിയേ. ഏറ്റവും പുറകില് വലിയ ഹൈറ്റ് ഉള്ള ആള്, അതിന് മുന്നില് അതിൽ ഹൈറ്റ് കുറഞ്ഞ ആള്, അതിന് മുന്നിൽ അതിൽ ഹൈറ്റ് കുറഞ്ഞ ആള്. അപ്പൊ പുറകിന്ന് മുന്നിലോട്ട് നോക്കിയാൽ ഡിക്രീസിങ് ഓർഡർ അല്ലേ? കുറഞ്ഞു കുറഞ്ഞു ഹൈറ്റ് കുറഞ്ഞു കുറഞ്ഞു വരുന്ന ഓർഡർ അല്ലേ? ദാറ്റ് ഈസ് കോൾഡ് ഡിസെൻഡിങ് ഓർഡർ. ഓക്കെ, മനസ്സിലായോ നിങ്ങൾക്ക്?
മനസ്സിലായോ? അപ്പോ ഇന്നത്തെ ഹോംവർക്ക് പേജ് നമ്പർ 74 എടുത്തേ. പേജ് നമ്പർ 74. അതില് ക്വസ്റ്റ്യൻ കണ്ടോ? റൈറ്റ് ഇൻ അസെൻഡിങ് ഓർഡർ കണ്ടോ? റൈറ്റ് ഇൻ അസെൻഡിങ് ഓർഡർ എക്സസൈസ് 1.6 പേജ് നമ്പർ 74. അതില് 3 എണ്ണം ചെയ്യാം. 1, 2 and 3. അസെൻഡിങ് ഓർഡറിൽ ക്വസ്റ്റ്യൻ ബി 1, 2 and 3. അതേപോലെ നെക്സ്റ്റ് പേജ് കണ്ടോ? 75 പേജ് നമ്പർ 75 റൈറ്റ് ഇൻ ഡിസെൻഡിങ് ഓർഡർ. അതിലും 1, 2 and 3 ചെയ്യാം. ചെയ്യാനൊന്ന് ശ്രമിച്ചു നോക്കാം. ഓക്കെ, അപ്പൊ അസെൻഡിങ് ഓർഡറിൽ ആദ്യത്തെ 3 എണ്ണവും ഡിസെൻഡിങ് ഓർഡറിൽ ആദ്യത്തെ 3 എണ്ണവും. ഇത് നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്യാം. എന്താ ബെനിറ്റൊക്കെ എന്താ ഡൗട്ട്? നമ്മുടെ ടൈം തീരാറായിട്ടോ. എന്താ ഡൗട്ട്? മിസ്സേ, അതിന്റെ മുകളിലത്തെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഇല്ലേ, അത് ചെയ്യിപ്പിച്ചില്ലല്ലോ. അത് ചെയ്തില്ലായിരുന്നോ? ഇല്ല. എന്നാ ഒരു കാര്യം ചെയ്യാം, ഈ അസെൻഡിങ് ഓർഡർ ഡിസെൻഡിങ് ഓർഡർ അവിടെ നിൽക്കട്ടെ. നമ്മൾ ക്ലാസ് ടൈമിൽ ഒന്നും ചെയ്തില്ലല്ലോ, പ്രോബ്ലം ഒന്നും ചെയ്തില്ലല്ലോ. ആ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ ഹോംവർക്ക് ആയിട്ട് ചെയ്തോ. ഗ്രേറ്റർ ദാൻ ലെസ് ദാൻ സിമ്പിൾ ഇടാൻ എല്ലാവർക്കും അറിയാലോ? ഓൾ ഓഫ് യു ലിസൺ. ഗ്രേറ്റർ ദാൻ ലെസ് ദാൻ സിമ്പിൾ ഇടാൻ എല്ലാവർക്കും അറിയില്ലേ? അറിയാലോ. അപ്പൊ ആ എക്സസൈസ് 1.6 ആദ്യത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്തു. ബാക്കി നമുക്ക് അസെൻഡിങ്ങും ഡിസെൻഡിങ് ഓർഡർ ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം, ക്ലാസ് ടൈമിൽ. ഓക്കെ, അപ്പൊ ആ ഒരു ക്വസ്റ്റ്യൻ 9 എണ്ണം ഗ്രേറ്റർ ദാൻ ലെസ് ദാൻ സിമ്പിൾ വെച്ചിട്ട് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ചെയ്യാം. ദാറ്റ് ഈസ് ടുഡേസ് ഹോംവർക്ക്. ഓക്കെ, അപ്പൊ എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം, ഹോംവർക്ക് ഗ്രൂപ്പിൽ ഇടുമ്പോ നിങ്ങളുടെ പേരും സബ്ജക്റ്റിന്റെ പേരും കൂടി ഹോംവർക്കിന്റെ കൂടെ വെക്കാട്ടോ. ഓക്കെ, അപ്പൊ ഇന്ന് തന്നെ എല്ലാവരും ഹോംവർക്ക് ചെയ്യണേ. Okay, that's all for today. Let's wind up the class. Do you have any doubt? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലോ? നിഹാരൊക്കെ എന്താ? നിഹാര ചെയ്ത് കഴിഞ്ഞു തോന്നുന്നു. ഞാൻ ചെയ്ത് കഴിഞ്ഞു ഫുള്ള്. ഓക്കെ, അത് സാരമില്ല. അതിന്റെ മേലത്തെ ക്വസ്റ്റ്യൻ മാത്രം ഫോട്ടോ എടുത്തിട്ടാ മതി കേട്ടോ. ഓക്കെ, അപ്പൊ ഇന്ന് ഇത്രയും മതി. ഇന്ന് ഇടയ്ക്ക് നെറ്റ് കട്ടായതുകൊണ്ടാണ് ക്ലാസ് ഇത്ര ഡിലേ ആയത്. നെറ്റിന് ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. എല്ലാരും നമ്പർ ചോദിക്കുന്നുണ്ടല്ലേ? എന്റെ നമ്പർ വേണോ മിസ്സിന്റെ? വെയിറ്റ്, എല്ലാരും ഒന്ന് എഴുതിയെടുത്തോ. മിസ്സിന്റെ നമ്പർ ഇപ്പൊ തരാം. പെട്ടെന്ന് എഴുതിയെടുക്കണേ, ക്ലാസ് ഇപ്പൊ തീരും. Wait, all of you. പെട്ടെന്ന് എഴുതിയെടുത്തോ. നമ്പർ മിസ്സിന്റെ നമ്പർ വേണ്ടവരൊക്കെ പെട്ടെന്ന് എഴുതിയെടുത്തോ. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. 8113916120. അഥവാ നിങ്ങൾക്ക് ഹോംവർക്ക് ഇന്ന് ചെയ്യാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇതേ നമ്പറിൽ വാട്സാപ്പിൽ പേഴ്സണൽ ആയിട്ട് മെസ്സേജ് അയക്കാം. എന്നിട്ട് ചെയ്തിട്ട് ഹോംവർക്കും ഇതേ നമ്പറിൽ പേഴ്സണൽ ആയിട്ട് അയച്ചു തരാം കേട്ടോ. അല്ലാത്തവരെല്ലാം ഇന്ന് വൈകുന്നേരം, ഇന്ന് രാത്രി 9 മണിക്ക് മുന്നേ തന്നെ ഹോംവർക്ക് പോസ്റ്റ് ചെയ്യണം. അതിനുശേഷം വരുന്ന ഹോംവർക്ക് ഒന്നും ഞാൻ നോക്കില്ല. ഓക്കെ, എഴുതിയെടുത്തില്ലേ? Okay, that's all for today. Let's see in the next class. Bye.